ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പാൽപത്തിരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് പ്രോസസ്സ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വീക്കെൻഡുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല സൗകര്യമായിരിക്കും. സാറ്റർഡേയ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ആവശ്യം പോലെ ചൂടാക്കിയൊക്കെ ഉപയോഗിക്കാം. വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാനും വളരെ നല്ലൊരു സ്നാക്കാണിത്. ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് ചട്ടിപ്പത്തിരിനേലും വളരെ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പത്തിരി ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിതിന് പത്തിരി എന്നും ദോശ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും അതിനെ പത്തിരി എന്ന് തന്നെയാണ് പറയുന്നത്. കലക്കി ഉണ്ടാക്കുന്നതിനെ നമ്മൾ പലതരത്തിൽ മലയാളത്തിൽ പറയാറുണ്ട്. പത്തിരി, പാലാട, പിന്നെ അതുപോലെ ദോശ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു ഒറ്റ വേർഡേ ഉള്ളൂ, പാൻകേക്ക്. നമ്മൾ മുട്ടക്കൊഴലപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അയവിലാണ് ഈ ബാറ്റർ തയ്യാറാക്കേണ്ടത്. 2 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അതിന് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഈ മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി 2 കപ്പ് പൊടി കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കണം. നമ്മൾ മുട്ടക്കൊഴലപ്പം ഉണ്ടാക്കുമ്പോൾ കലക്കി എടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. മലബാർ സൈഡിലൊക്കെ ഇത് ഏലാഞ്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2ാമത്തെ കപ്പ് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 2ാമത്തെ കപ്പ് മാവ് ചേർത്തപ്പോഴേക്കും ഇത് കുറച്ച് കട്ടിയാണ്. നമ്മൾ 2 കപ്പ് വെള്ളവും 2 കോഴിമുട്ടയുമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 2 മുട്ടയുമാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഇപ്പോൾ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പത്തിരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ബാറ്ററാണ്. അതിന് ഞാൻ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. 4 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. 4 കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ അളവിൽ ചേർത്താൽ നല്ല മധുരം ഉണ്ടാകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി മറക്കാതെ ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ശർക്കരയാണെങ്കിൽ കുഴപ്പമില്ല, ശർക്കരയ്ക്ക് നേരിയ ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ശർക്കരയിൽ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ അല്പം ഉപ്പ് ചേർത്താൽ മതിയാകും. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ഇനി ചേർക്കേണ്ടത്. ഞാൻ 650 മില്ലി പാലാണ് ചേർക്കുന്നത്. പാലും മുട്ടയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ പഞ്ചസാരയും കൂടി നന്നായിട്ട് മെൽറ്റാകണം. അതുവരെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ 750 മില്ലി പാലാണ് എടുത്തിരുന്നത്. ഞാനിപ്പോൾ 650 മില്ലി പാല് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. 100 മില്ലി പാല് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇത് ആഡ് ചെയ്ത് ഉണ്ടാക്കിയാൽ നമ്മളുടെ ഈ പാൽപത്തിരിക്ക് നല്ല ഭംഗിയുണ്ടാവും. വളരെ ഹെൽത്തിയുമാണ്. ക്യാരറ്റൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക.
ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. ഒന്ന് ബൈറ്റ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗീ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കശുവണ്ടിയും കിസ്മസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം കശുവണ്ടിയും 100 ഗ്രാം കിസ്മസുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. കിസ്മസൊക്കെ നല്ലതുപോലെ വീർത്ത് വരുന്ന പാകത്തിൽ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് റെഡിയാകും. ഇനി ഒരു ദോശത്തവ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗീ തടവാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ പാലാട, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ സംഭവം ഇതുപോലെ ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. നല്ല നേരിയതായിട്ട് പരത്തുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നേരിയ തീയിലാണ് ഈ പത്തിരി എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. പത്തിരിയുടെ അരികെല്ലാം പാനിൽ നിന്ന് വിട്ടു പോരുന്ന സമയമാകുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ചൂടാക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബബിൾസൊക്കെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊങ്ങി വരും. ഈ പാകം ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സാധാരണ എല്ലാവരും ഒന്ന് വാടുമ്പോൾ തന്നെ തിരിച്ചിട്ടിട്ട് എടുക്കാറാണ് പതിവ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചവച്ച് കഴിക്കാനായിട്ട് പറ്റും. അതാണ് കൂടുതലും നല്ലത്. ഇപ്പോൾ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഉണ്ട്, ഇപ്പോൾ താഴെ കുറച്ചൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കാം എല്ലായിടത്തോട്ടും. വളരെ കുറച്ച് ഗീ ചേർത്താൽ മതി. എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. ആ സമയം വരെ താഴെ ഭാഗം ഒന്ന് ചൂടാകുകയും ചെയ്യും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പത്തിരിയും റെഡിയാക്കി എടുക്കാം. കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്താൽ വളരെ നല്ല ടേസ്റ്റുമാണ്. ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പത്തിരി ഉണ്ടാക്കാം. ഒത്തിരി ലൂസാക്കി കളഞ്ഞാൽ നമ്മൾ നീർദോശ ഉണ്ടാക്കുന്നതിന് പാകത്തിലായിരിക്കും. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അരിയെല്ലാം വിട്ടു പോരുന്ന സമയത്ത് നമ്മൾ മറിച്ചിടുക. അതിനുശേഷം മുകളിൽ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ടതിന് ശേഷം അല്പം ഗീ തടവി കൊടുക്കുക. എല്ലായിടത്തും നല്ലതുപോലെ ഗീ തടവിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. വീണ്ടും മറിച്ചൊന്നും ഇടാൻ നിൽക്കരുത്. ഇതുപോലെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് മുതൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ദോശത്തവ കൂടുതൽ ചൂടായാൽ ബാറ്റർ നമ്മൾ പരത്തുമ്പോഴേക്കും വിട്ടുപോരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഷേപ്പിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ലാസ്റ്റ് പത്തിരിയാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചെറുതാണ്. ഇതിൻ്റെ പുറത്തേക്കും നമ്മൾക്ക് കുറച്ച് ഗീ തടവിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. പരത്താനും ഉണ്ടാക്കാനും എളുപ്പമാണ്, പക്ഷെ കുറച്ച് കൂടുതൽ സമയമെടുക്കും. പത്തിരിയുടെ ബാറ്റർ ഉണ്ടാക്കുന്ന അളവ് കറക്റ്റായിട്ട് നിങ്ങളെടുത്താൽ ഇതുപോലെ ഉണ്ടാക്കി കിട്ടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഫ്ലോപ്പായൊന്നും പോകുന്നില്ല. അപ്പം നമ്മളുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. അവസാനം ഉണ്ടാക്കിയ പത്തിരി അല്പം ചെറുതായിപ്പോയി. ബാക്കിയുള്ള പത്തിരി എല്ലാം 12 എണ്ണം ഉണ്ട്. 12 വലിയ പത്തിരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 കപ്പ് മൈദമാവ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. 12 പത്തിരിയുണ്ട്. വളരെ നൈസായിട്ടുള്ള പത്തിരിയാണ്. നമ്മൾ കുറച്ച് കൂടുതൽ കുക്ക് ചെയ്യണമുണ്ട്. ഈ പത്തിരി ഇങ്ങനെ പൊക്കി പിടിച്ചാൽ പൊട്ടിയൊന്നും പോകുന്നില്ല, കീറിയും പോകില്ല. നമ്മൾ വലിച്ച് കീറിയാലേ അത് കീറുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കാം.
അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള മോൾഡ് റെഡി ആയിട്ടുണ്ട്, പത്തിരി റെഡി ആയിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിക്കാനുള്ള പാലും റെഡി ആയിട്ടുണ്ട്, കശുവണ്ടി കിസ്മസ് ഫ്രൈ ചെയ്തത് അതും റെഡി ആയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു ദോശ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് മിൽക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറേശ്ശെ കശുവണ്ടിയും കിസ്മസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 12 പത്തിരിക്ക് വെക്കാൻ വേണം, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും ഒരു പത്തിരി വെച്ച് കൊടുത്ത് മിൽക്ക് ബാറ്റർ ഒഴിക്കാം. ക്യാരറ്റ് ചേർത്തതുകൊണ്ട് ഇതുപോലെ ചില ഡിസൈനും കൂടി വരും, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പത്തിരി തീരുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പത്തിരി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് എഗ്ഗ് മിൽക്ക് ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കശുവണ്ടി കിസ്മസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക. പത്തിരി തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കൂടുതൽ പ്രോസസ്സ് ഉള്ളതാണ്. ഇപ്പോൾ അവസാനത്തെ പത്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാല് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് കൂടുതൽ കശുവണ്ടി കിസ്മസും മീതയിലിടാനായിട്ട് വെച്ചിരിക്കണം. കുറച്ച് കൂടുതൽ മീതേ ഭാഗത്ത് ചേർക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുമായിരിക്കും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു ബിരിയാണി പോട്ടിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. ഇത് അവനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു പ്രീ ഹീറ്റഡ് ബിരിയാണി പോട്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിൻ്റെ പുറത്തേക്ക് നമ്മളുടെ മോൾഡ് എടുത്ത് വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക. മീഡിയം ടു ലോ ഹീറ്റിൽ ഇത് 1 മണിക്കൂർ ബേക്ക് ചെയ്യാം. തീ കൂട്ടി വെച്ചാൽ താഴെ ഭാഗം ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. താഴെ ഒരു ലിഡ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണു. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ സ്പെഷ്യൽ പാൽപത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മോൾഡിൽ നിന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് ഈ ബക്കിളിൽ പിടിച്ചൊന്ന് വലിച്ചാൽ ഇത് വിട്ടുപോരും. പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളുടെ സ്പെഷ്യൽ പാൽപത്തിരി റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പാൽപത്തിരിയാണിത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് വളരെ സോഫ്റ്റാണ്. പത്തിരിയുടെ ഈ ലെയറൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പത്തിരി സോഫ്റ്റായിട്ട് എടുത്താൽ നമുക്ക് ഇതുപോലെ വിട്ട് കിട്ടില്ല, അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പെഷ്യൽ പാൽപത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എന്നെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.